പോലീസുകാർക്കെതിരെ പരസ്യ ഭീഷണിയുമായി ബി.ജെ.പി. നേതാവ് വി രാജേഷ്. ബി.ജെ.പി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ പലിശയടക്കം പ്രതികാരം ചെയ്യുമെന്ന് രാജേഷ്. കായംകുളത്ത് CPIM പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് വി രാജേഷിന്റെ വെല്ലുവിളി. കരിയിലക്കുളങ്ങരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർക്കെങ്കിലും ഇവിടെ സംസാരിക്കുന്ന മെസ്സേജ് കിട്ടുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, ബി.ജെ.പിയുടെ പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കേസും നടപടിയും എടുക്കാതെ CPM അക്രമികളെ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പലിശയുടെ പലിശയും അടക്കം വാങ്ങിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഭാഗം മാത്രമാണ് കാണിച്ചത്. ചർച്ചയിലേക്ക് കടക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് KPCC ജനറൽ സെക്രട്ടറി ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ബി.ജെ.പി. നേതാവ് ശ്രീ JR പത്മകുമാർ, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ പത്മകുമാറിലേക്ക്. പത്മകുമാർ, എന്താണ് ഈ പലിശയും പലിശയുടെ പലിശയും, അത് എത്രത്തോളം വരും? ഇതിന്റെ എമൗണ്ട് അല്ല നമ്മൾ നോക്കാനുള്ളത്. ഈ ഒരു 1.5 മണിക്കൂർ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ മാത്രം എടുത്തിട്ട് അതിനെ നമ്മളൊരു വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ സ്ഥലത്തെ പ്രവർത്തകരുടെ വികാരമാണ്. അതിൽ അതൊന്നും തെറ്റു പറയാൻ പറ്റില്ല. കാരണം പത്തിയൂർ എന്നൊരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിലെ സ്ഥിതി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. കണ്ണൂരിനേക്കാൾ ദയനീയമാണ് ആ സ്ഥിതി. JR പത്മകുമാർ, നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരുപക്ഷെ പത്തിയൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ടാകാം. അവിടെ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വി രാജേഷ് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ കേട്ടു. മറ്റു ചില ഭാഗങ്ങളിലേക്ക് വന്നാൽ പോലീസുകാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇരിക്കാൻ അവർക്ക് സമയം ഉണ്ടാകില്ല. ഞങ്ങൾ മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നാണ്. മുൻപ് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പുറത്ത് ഉണ്ടായ കോളിളക്കമൊന്നും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടുണ്ടാകില്ലല്ലോ ശ്രീ പത്മകുമാർ. അല്ല, ഞങ്ങൾ അതല്ലല്ലോ പറഞ്ഞത്. ആ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏജന്റായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉദയഭാനു എന്ന് പറഞ്ഞ CI പ്രവർത്തിക്കുകയാണ്. ഹരിപ്പാടിരുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരിയിലക്കുളങ്ങരയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഉദയഭാനുവിനെ എന്ത് ചെയ്യുമെന്നാണ് ശ്രീ രാജേഷ് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞു. അദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏജന്റായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് ആ രീതിയിലാണ് ഞങ്ങളെ ഇനിയും ആക്രമിക്കാൻ വരുന്നതെങ്കിൽ അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. ശരി, അതെന്താണ് ആ ഫലം? അതാണ് ചോദിച്ചത്. അല്ല, ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. ഇദ്ദേഹത്തെ നിയമപരമായി നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ജനാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരിക്കും, അങ്ങനെയൊക്കെയാണ് പറയുക. അതല്ല പലിശയും പലിശയുടെ പലിശയും അങ്ങനെ ആ പലിശയും പലിശയും കൊടുക്കുമ്പോൾ ഈ പോലീസുകാരന് ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അതെ, നിയമപരമായി നടപടികൾ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി പ്രക്ഷോഭ പരിപാടികൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ സമയം കിട്ടില്ല. ഇതിനെ ചെറുക്കാനും ഇതിനെതിരായി മറുപടി പറയാനുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ടാവും. ശ്രീ JR പത്മകുമാർ പറഞ്ഞത് എന്ത് വളരെ വ്യക്തമായിട്ടാണ്. നിയമപരമായി ഇടപെടും എന്ന് പറയുന്നതിന് പകരം വി രാജേഷ് ആ ഭാഗത്തിരുന്ന ആളുകളൊക്കെ കൈയടിച്ചതാണ്. അദ്ദേഹത്തിന് വലിയ വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു. ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നു. ശ്രീ പത്മകുമാർ, കാര്യമൊന്നുമില്ലേ? പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും കുറ്റവാളിയാവുന്നില്ലല്ലോ. നിയമപരമായി കോടതിയിൽ പരിഗണനയ്ക്ക് വരട്ടെ. കോടതിയിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ. ആ നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ ആ DGPയോട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, ആഭ്യന്തര വകുപ്പിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ രാജേഷ് പറഞ്ഞതിന്റെ ആ വസ്തുത ഒന്ന് വിലയിരുത്തണം. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഇങ്ങനെ RSS BJP പ്രവർത്തകരെ വേട്ടയാടാൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സർക്കാർ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ടോ? ആ പറഞ്ഞ പത്മകുമാറിലേക്ക് തിരിച്ചെത്താം. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ഇപ്പോ ശ്രീ പത്മകുമാർ പറഞ്ഞത് ഈ പറഞ്ഞ വി രാജേഷ് പറഞ്ഞ ചില കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ നടപടിയെടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടാണോ ഇപ്പോൾ SIക്ക് കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് വിവാദങ്ങൾ ഇതിനകത്ത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രകോപനപരമായ പ്രസംഗങ്ങളും അതുപോലെയുള്ള മറ്റു നടപടികളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. എല്ലാ പ്രസംഗത്തിനും പോലീസ് കേസെടുക്കാറില്ല. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ പോലീസിനെതിരെ, നിയമസമാധാനത്തിനെതിരെ, ജനാധിപത്യ വിരുദ്ധമായി പ്രതികരിക്കുന്ന സംവിധാനത്തിനെതിരെ സ്വാഭാവികമായും പോലീസിന് ഇടപെടേണ്ടി വരും. അപ്പൊ ആ വസ്തുതകൾ അവർക്ക് ബോധ്യപ്പെടാതെ ഒരു കാരണവശാലും ഒരു കേസെടുക്കാൻ മുന്നോട്ട് വരില്ല. KP കുഞ്ഞിക്കണ്ണൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പോ സ്വാഭാവികമായി പോലീസ് ഇടപെടേണ്ടി വരുന്നത് കൊണ്ട് ആളുകൾ ചോദിക്കും എന്ന് പറഞ്ഞ ഒരു ഇടപെടൽ നടത്തിയതാണോ? ഇതിനു മുൻപ് ഇതേ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ശ്രീ MM മണി ഇടുക്കിയിൽ ഒരു പ്രസംഗം നടത്തിയത് വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഇടപെടൽ നമുക്കറിയാം. ആ രീതിയിലുള്ള ഒരു വലിയ ആത്മാർത്ഥത
SIയോടൊന്ന് കേസെടുക്കാൻ പറയുന്നതിലൂടെ ആഭ്യന്തര വകുപ്പ് കാണിച്ചിട്ടുണ്ടോ ശ്രീ കുഞ്ഞിക്കണ്ണൻ? അല്ല, തീർച്ചയായിട്ടും അത് MM മണിയുടെ കാര്യത്തിലും പോലീസിന് ഗവൺമെന്റിന് ഒരു സമീപനമുണ്ട്, രാജേഷിന്റെ കാര്യത്തിലും ഒരു സമീപനമുണ്ട്. ആരാണോ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നിയമസമാധാനത്തിന് ശക്തമായ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിനാണല്ലോ ഇവിടെ പോലീസും കോടതിയും ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഈ പ്രസംഗത്തിൽ അങ്ങനെ പ്രകോപനപരമായി ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലായി, അങ്ങനെയാണ് കേസെടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ പോലീസുകാർ നാളെ BJPക്കെതിരെ ശ്രമിച്ച പോലീസുകാർ നാളെ റിട്ടയർമെന്റിലേക്ക് വന്നാൽ അവരുടെയൊക്കെ ജീവിതം ഒരു വിശ്രമമില്ലാത്ത വിധം അപകടകരമാകുമെന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറം ഒരു പ്രകോപനം വേറെ വരേണ്ടതില്ല. പക്ഷേ ശ്രീ കുഞ്ഞിക്കണ്ണൻ, അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ അങ്ങ് പറയുന്നത് മനസ്സിലാക്കാം, അത് പോലീസുകാർക്ക് നേരെയുള്ള ഭീഷണിയായി, അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തത്. പക്ഷേ ശ്രീ VV രാജേഷ് പറഞ്ഞതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മുൻപ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീ MM മണി ഇതുപോലെ 1, 2, 3 എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അത് അന്വേഷിക്കാൻ പോയത്. ഇവിടെ എന്താണ് ഈ മുൻപുണ്ടായ കാര്യത്തെക്കുറിച്ച് ശ്രീ രാജേഷ് പറഞ്ഞതെന്ന് നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുണ്ടോ? അന്വേഷിക്കേണ്ടതാണ്, തീർച്ചയായും അന്വേഷിക്കണം. കാരണം ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സ്വാഭാവികമായും അവർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിലെ അകത്തളം പരിശോധിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. അത് MM മണിക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമായ നിയമപരമായ ഒരു ആഗ്രഹ പ്രകടനം മാത്രമാണ്. ഇതുവരെയും ആഭ്യന്തര വകുപ്പ് ആ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി മനസ്സിലാക്കുന്നില്ല. എന്തായാലും അങ്ങ് പറഞ്ഞത് അവർ കൂടി കേൾക്കട്ടെ എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക. ശ്രീ മുഹമ്മദ് റിയാസ്, CPM നേതാവിന് എതിരായി ആത്മാർത്ഥമായി ഇടപെട്ട ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ശ്രീ VV രാജേഷ് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ എല്ലാ ഭാഗവും അന്വേഷിച്ചുകൊണ്ട് കാര്യത്തിന്റെ വ്യക്തമായ മേഖലകളിലേക്ക് കടക്കുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഒന്ന്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് RSSനെയും BJPയെയും വഴിവിട്ട് സഹായിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു സമയമാണിത്. RSSന്റെ ആക്രമണം MG കോളേജിൽ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ രൂപമായ ബോംബ് കലാലയത്തിൽ റെയ്ഡിന് വന്ന സബ് ഇൻസ്പെക്ടർക്ക് എറിഞ്ഞ് അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ട കേസ് തേച്ചുമാച്ച് കളയാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് നടത്തിയ ശ്രമം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രവീൺ തൊഗാഡി എന്ന വിഷം തുപ്പുന്ന പ്രസംഗം നടത്തുന്ന വ്യക്തിക്കെതിരെയുള്ള പ്രസംഗത്തിന്റെ കേസ് പിൻവലിച്ചതും RSSുകാർ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 4 കൊല്ലത്തിനിടയ്ക്ക് 17 CPMന്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയപ്പോൾ യഥാർത്ഥ പ്രതികളെ പിടിക്കാതിരുന്നതും ഈ നാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ BJP നേതൃത്വം കൂടി അറിഞ്ഞിട്ടുള്ള, കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പ് കൂടി അറിഞ്ഞിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം രാജേഷിന്റെ ഈ പ്രസംഗത്തെ കാണാൻ. ഇതൊരു ഒത്തുകളിയാണ് ഈ പ്രസംഗം. UDF ഗവൺമെന്റും RSSും തമ്മിൽ ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഒത്തുകളിയാണ്. ഒന്നവിടെ നിൽക്കട്ടെ. 2, ഒരു ഒത്തുകളിയായ വിഷയത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, എത്ര രൂക്ഷമാണ്. അപ്പൊ ഒത്തുകളി അല്ലാത്തൊരു വിഷയത്തിൽ ഈ കേരളത്തിലെ BJP RSS നേതാക്കന്മാർ എങ്ങനെയായിരിക്കും പ്രസംഗിക്കുക? ഇവിടെ KPCCയുടെ വക്താവ് ഇവിടെ പറഞ്ഞത് കേട്ടു. ഇത് ആരുടെ ശബ്ദമാണ്? നരേന്ദ്രമോദിയുടെ കൂടെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് രാജിവെച്ച വിഷയം ഈ ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിലകൊള്ളാത്ത സ്ഥിതി BJP ഭരിച്ച ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. തൊഗാഡിയയുടെ ശബ്ദം, സ്വാമി നിരഞ്ജനയുടെ ശബ്ദം, ബാൽ താക്കറെമാരുടെ ശബ്ദം, ആ ശബ്ദം പിൻപറ്റിക്കൊണ്ടാണ് രാജേഷ് ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. ഒരു തർക്കം വേണ്ടതില്ല. ശ്രീ മുഹമ്മദ് റിയാസ്, അത് ഒരുപക്ഷെ ശ്രീ MM മണിയെ പോലെ ഒരാൾ ഇടുക്കിയിലൊക്കെ ചെയ്തതുപോലെയാണ് VV രാജേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ ഈ ചർച്ചകളിലൊക്കെ കടന്നു വരാം. അത് നിങ്ങൾക്കൊരു പ്രതിരോധമായി മാറുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഈ 2 വിഷയത്തെയും 2 രീതിയിൽ കാണുക? ഒന്ന്, പോലീസ് ജനാധിപത്യ വിരുദ്ധ സമീപനം കൈക്കൊണ്ടാൽ പോലീസിനെ വിമർശിക്കുക എന്നുള്ളത് പുതിയ സംഭവമല്ല. ഒരുപാട് പേർ ഒരുപാട് കാലമായി വിമർശിക്കുന്നതാണ്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ വളരെ ബോധപൂർവം CPMന്റെ പ്രവർത്തകരെ വേട്ടയാടുമ്പോൾ ആ വേട്ടയാടലിന് തണലേകുന്ന പോലീസിനെ നയിക്കുന്ന കോൺഗ്രസും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ബോധപൂർവമായ ഷോ വർക്കാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് നടത്തുന്ന സംഘടനയുടെ ചരിത്രവും
ഇത് നടത്തുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം പിന്തുടരുന്ന പാതയും പരിശോധിച്ചാൽ ഹിറ്റ്ലറെയും മുസോളിനിയെയും ബാൽതാക്കറെമാരെയും RSS ആഗ്രഹിക്കുന്നത് പോലെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ആശയം പിന്തുടരുന്നവർ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവൃത്തിയും നടത്തിയിട്ടുണ്ട്. അതായിരിക്കും രാജേഷ് ഓർമ്മപ്പെടുത്തിയത്. റൈറ്റ്, തിരിച്ചെത്താം ശ്രീ മുഹമ്മദ് റിയാസ്. ഞാൻ JR പത്മകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ KP കുഞ്ഞിക്കണ്ണനിലേക്ക് ഒന്നുകൂടി വരികയാണ്. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞത് UDF സർക്കാരും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇവിടെ എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒത്തുകളിയായിട്ടല്ലെങ്കിൽ തന്നെയും BJPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അല്പം സന്തോഷം പകരുന്ന രീതിയിലാണോ എന്ന് തോന്നുന്ന രീതിയിലാണ്. കഴിഞ്ഞ 4.5 കൊല്ലമായി ഉണ്ടായ ഓരോ സംഭവ വികാസങ്ങൾ നോക്കുക. നിങ്ങൾ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നു, പ്രതിപക്ഷത്തെക്കുറിച്ച് കുറ്റം പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്തു ആഭ്യന്തര വകുപ്പിൽ? TP ചന്ദ്രശേഖരന്റെ കാര്യമെടുത്താലും അതല്ലെങ്കിൽ BJPയുടെ കതിരൂർ മനോജിന്റെ കാര്യമെടുത്താലും ശരി, ഇതൊക്കെ CPM BJP അല്ലെങ്കിൽ RMP CPM എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നു. ഇതൊന്നും നടക്കാതിരിക്കാനല്ലേ നിങ്ങളുടെ ഒരു ആഭ്യന്തര വകുപ്പ്? ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഇടപെടാനല്ലേ നിങ്ങളെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഈ കളിയിലില്ല, ഇവിടെ ഇതാ കുറെ പേർ ചീത്തക്കളികൾ കളിക്കുന്നു, അവരോട് നിങ്ങൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യാതിരിക്കൂ, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരട്ടെ, ഞങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ കളിച്ച് കാണിച്ചു തരാം എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് നല്ല കളിയാണോ? ഇതിപ്പോ നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആദ്യത്തേതല്ല. രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ കാണുന്ന ഒരു വ്യത്യസ്തതയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് യാദൃച്ഛികമായി വരുന്ന സംഭവങ്ങൾ, മറ്റൊന്ന് ബോധപൂർവമുള്ള പ്രകോപനം. യാദൃച്ഛികമായി വരുന്ന സംഭവങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു അക്രമത്തിൽ, ഒരു സംഘടനത്തിൽ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ അതൊരു ക്രമസമാധാനത്തിന്റെ ഭാഗമല്ല, യാദൃച്ഛികമായി വരുന്ന സംഭവം. അതിനെതിരെ ഗൗരവമായി പോലീസ് ഇടപെടുക, കേസുകൾ എടുക്കുക. പക്ഷേ ഈ കാര്യം പ്ലീസ് ഒരു മിനിറ്റ്. ബോധപൂർവം, അതായത് രാഷ്ട്രീയ നേതൃത്വം ബോധപൂർവം അക്രമത്തിന് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തകന്മാർക്ക് ആവേശം നൽകാൻ, ആയുധമണിയാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് അപകടകരമായ നീക്കം. നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനം തകർക്കാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ മേൽക്കോയ്മ നിലനിർത്താനും സഹപ്രവർത്തകന്മാരെ കൂടുതൽ ആയുധമണിയിക്കുന്ന ഈ പ്രവണതയാണ് നമുക്ക് അടിച്ചമർത്തുന്നത്. അങ്ങനെ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് BJP നേതാവ് VV രാജേഷ് ആ രീതിയിലുള്ളൊരു നിലപാടാണ് ഇന്ന് എടുത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ശക്തി പകരുന്ന രീതിയിലല്ലേ നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗവൺമെന്റ് നിലപാടുകൾ എടുത്തത്? മുൻപ് MG കോളേജിന്റെ കാര്യത്തിൽ ഇതുപോലെയുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ആ കേസുകൾ ഇല്ലാതെയാക്കിയത്, പ്രവീൺ തൊഗാഡിയയുടെ കാര്യത്തിൽ എടുത്ത നിങ്ങളുടെ നിലപാട്, ഇപ്പോ നിങ്ങൾ ഇന്ന് തന്നെ പഴയ കേസുകൾ ഒക്കെ ഞങ്ങൾ VV രാജേഷ് പറഞ്ഞത് എന്താണ് എന്ന് അന്വേഷിക്കുമെന്ന രീതിയിലേക്ക് അതൊരു വലിയ ചർച്ചയാക്കി ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായോ? അവിടെ നിങ്ങൾ എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങളെന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ്? അല്ല, എന്റെ ഈ പ്രതികരണം അത് രാജേഷിന്റെ മാത്രം പ്രസംഗമല്ല. രാജേഷിന്റെ പ്രസംഗം അത് ഞാൻ കേട്ടെടുത്തോളം അതിർത്തി വിട്ടതാണ്. ഒരു കാരണവശാലും രാജേഷിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം പ്രകോപനപരമായ പ്രസംഗം നടത്താൻ പാടില്ല. പക്ഷേ മണിയടക്കം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും കഴിഞ്ഞ കാലത്ത് നടത്തിയ ഒരുപാട് പ്രകോപനപരമായ പ്രസംഗങ്ങളുണ്ട്. പക്ഷേ KP കുഞ്ഞിക്കണ്ണൻ, ഈ MM മണിയെ CPM തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അവർ പാർട്ടിപരമായി നിലപാടെടുത്തു. ഇപ്പൊ അദ്ദേഹം ജില്ലാ സെക്രട്ടറി പോലുമല്ല. അത് ഒരുപക്ഷെ ജനാധിപത്യ രീതിയിലായിരിക്കാം. അവിടുത്തെ നാട്ടുകാരും സഖാക്കളും CPMന്റെ ആളുകളും ഒക്കെ MM മണിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും CPM എന്ന പാർട്ടി ജനങ്ങളുടെ മുമ്പാകെ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തിൽ. ആ അർത്ഥത്തിൽ വീണ്ടും അവരെ കുറ്റപ്പെടുത്തി ഈ ഘട്ടത്തിൽ VV രാജേഷിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് പറയാതിരിക്കുന്നത് ഞാൻ മണിയെ സംബന്ധിച്ചുള്ള ഒരു സാന്ദർഭികമായുള്ള പരാമർശമാണ്. മണിയെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല. കാരണം അത്രയും അതിർത്തി വിട്ട രീതിയിലുള്ള പ്രകോപനപരമായ പ്രസംഗമായിരുന്നു. രാജേഷിന്റെ കാര്യത്തിലും ഇതുപോലെ അതിന്റെ മര്യാദ കാണിക്കേണ്ടത് BJP ആണ്. അമര്യാദ ലീഡർഷിപ്പ് പറയണം, മോശമായി പോയി. രാഷ്ട്രീയ നേതാക്കന്മാർ സ്വാഭാവികമായും ഈ രീതിയിൽ പെരുമാറുന്നത് മോശമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും സാധാരണക്കാരന്റെ സാമൂഹ്യ ജീവിതവും ഭദ്രമാക്കാൻ ഉതകുന്ന ഉപദേശങ്ങളും പ്രസംഗങ്ങളും അല്ലാതെ പ്രകോപനപരമായ പ്രസംഗം നടത്തുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ധാർമ്മിക ബാധ്യത BJP കാണിക്കണം. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ JR പത്മകുമാർ, ആ ചോദ്യമാണ് ഉയരുന്നത്. BJP VV രാജേഷിന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത്? ഇല്ല, ആ നിലപാടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നതിൽ അതൊരു തെറ്റുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് ശ്രീ VV രാജേഷിന്റെ പ്രസംഗം പാർട്ടി പരിശോധിക്കണമെന്ന് താങ്കൾ ആവശ്യപ്പെടുന്നു? അല്ല, അങ്ങനെയല്ലല്ലോ. ഞങ്ങളിത് കേൾക്കുന്നതല്ലേ, എന്താ
എന്താ പ്രകോപനപരമായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ഞാനൊന്ന് ഇടപെട്ടപ്പോഴല്ലേ താങ്കൾ മാറിയത്? അതല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മുഹമ്മദ് റിയാസ് ഇങ്ങനെ BJP നേതാക്കന്മാരുടെ പ്രസംഗത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്ത് MV ജയരാജന്റെ പ്രസംഗം എന്ത് കാവ്യ മനോഹരമായിരുന്നു, ജഡ്ജിയെ കുറിച്ച് അവസാനം സുപ്രീം കോടതി വരെ പോയി മാപ്പെഴുതി കൊടുത്തതൊക്കെ അല്ലേ? ഇതേ വേദിയിൽ ചർച്ച ചെയ്തതാണ് അന്ന് ശ്രീ JR ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തെ വിമർശിച്ചതുമാണ്. ഇപ്പൊ VV രാജേഷ് നിങ്ങൾ പ്രതിരോധത്തിലാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഒരു പാർട്ടി എന്നുള്ളതിലേക്ക് CPM എടുത്തതുപോലെ MM മണിക്കെതിരെ CPM എടുത്തതുപോലെ VV രാജേഷിനെതിരെ പാർട്ടി എന്ത് നിലപാടെടുക്കാൻ പോകും? ഞങ്ങൾ പറഞ്ഞത് ഒരു ഉദയഭാനു എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലീസ് വേഷവും ധരിപ്പിച്ച് കൊണ്ടുവന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ BJPയെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ശമ്പളം കൊടുക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത്. അതിന് നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധ യോഗത്തില് 1 മണിക്കൂർ പറഞ്ഞ പ്രസംഗത്തിൽ 1-2 വാക്കുകൾ എടുത്തു ചേർത്തിട്ടുണ്ട്. അതിനകത്ത് 1-2 വാചകങ്ങളായിരിക്കും ഒരുപക്ഷെ മോശമാകുന്നത്. അതാണല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണ് ഇതുപോലെ ചെയ്തത് എന്ന് VV രാജേഷ് പറഞ്ഞത് അന്വേഷിക്കാൻ പോകുന്നു ആഭ്യന്തര വകുപ്പെങ്കിൽ പാർട്ടി അന്വേഷിക്കണ്ടേ? അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ VV രാജേഷിനെ താക്കീത് ചെയ്യണ്ടെങ്കിൽ അത് നമുക്ക് ചാനലിലല്ലോ നമുക്ക് പറയാൻ പറ്റുന്നത്. തെറ്റുണ്ടെങ്കിൽ എന്നുള്ള പ്രശ്നം ഇപ്പൊ ഉദിക്കുന്നില്ല. ഇപ്പോ രാജേഷ് പറഞ്ഞതിന്റെ വസ്തുത വേണമെങ്കിൽ നമുക്ക് അത് ബ്രേക്കിംഗ് ആയി കൊടുക്കാം. BJPയുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവായ ശ്രീ JR പത്മകുമാർ പറയുന്നത് ഇതാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, അതായത് അവർ പുറത്തു പറയേണ്ട കാര്യമല്ല, ചാനലിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, പാർട്ടിക്ക് അകത്ത് അത് ചർച്ച ചെയ്യും, നിലപാടുകൾ എടുക്കേണ്ടതാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അതേ ക്ലിപ്പ് എടുക്കാം. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ശുദ്ധത കൊണ്ട് പുറത്തേക്ക് വന്നത് അങ്ങനെ തന്നെയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, ആ കാര്യത്തിൽ നിങ്ങൾ BJP എന്ന പാർട്ടിയെ മാതൃകാപരമായി നിലപാടെടുക്കുന്നു എന്ന കൂട്ടത്തിലേക്ക് കൂട്ടുമോ? 2 കാര്യം ഇതിൽ ശ്രദ്ധപ്പെടുത്താനുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ വലിയ രീതിയിലേക്ക് പ്രസംഗങ്ങളെ കുറിച്ച്. അദ്ദേഹം വർത്തമാന കാലഘട്ടത്തിൽ കണ്ണൂരിലെ ശ്രീ സുധാകരന്റെ പ്രസംഗങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. ഇനി അത് മറന്നുപോയാൽ വേറൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. 3 ദിവസം കൊണ്ട് 3000 മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യം. അത് ഇന്ത്യയുടെ തലസ്ഥാന കേന്ദ്രത്തിലായിരുന്നു, ഡൽഹിയിൽ. 1984 ശ്രീമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകൻ ഒരു സിഖുകാരനായതുകൊണ്ട് ഡൽഹിയിലെ 3000-ഓളം സിഖുകാരെ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ വകവരുത്തി. അന്ന് അതിനിടയിൽ കേണപേക്ഷിച്ച ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് നടത്തിയ പ്രസംഗം, വൻമരം വീണാൽ അതിലെ ചെറുമരങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്നാണ്. അവരുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവ് കൂടിയാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ. അപ്പൊ അഭിനവ സുധാകരന്മാരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഇങ്ങനെ തന്നെ പറയാം. തൃശൂരിൽ പരസ്യമായി ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഹനീഫയെ വകവരുത്തും എന്ന് പറഞ്ഞ് വകവരുത്തുന്ന സ്ഥിതി ഉണ്ടായി. ഇങ്ങനെയുള്ള പരസ്പരം വെട്ടിനുറുക്കലിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇനി അദ്ദേഹം BJPയെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് BJP എന്ന് മനസ്സിലാക്കുന്നവർ ഈ പ്രസംഗത്തെ ഒരു സംഭവമേ ആക്കില്ല. കാരണം നിന്ന നിപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ വരുതിക്ക് നിർത്താൻ എങ്ങനെ സാധിക്കുമെന്ന് ബാൽ താക്കറെമാർ, നരേന്ദ്രമോദിമാർ ഈ രാജ്യത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഗുജറാത്തിൽ നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തെ ഇങ്ങനെ വികലപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ മരണകാലത്ത് നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ കേരളത്തിലെ സംഭവങ്ങളുമായി കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, ഇന്ദിരാഗാന്ധിയെ പോലെ ലോകം ആദരിക്കുന്ന ഒരു നേതാവിന്റെ യാദൃച്ഛികമായ കൊലപാതകത്തെ തുടർന്നുണ്ടായിരുന്ന സംഭവങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല. അതിനകത്ത് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, അവരിപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പിറവത്ത് മാറ്റി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഒരു തൊഴിലാളി നേതാവിനെ കൊന്നിട്ട് 4 മാർക്സിസ്റ്റുകാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചർച്ചയെ പങ്കെടുക്കുമ്പോൾ പറയാൻ സമയം തരണം. ഞാൻ മുഹമ്മദ് റിയാസിലേക്ക് തിരിച്ചെത്താം. പക്ഷേ ശ്രീ കുഞ്ഞിക്കണ്ണൻ, നിങ്ങളിപ്പോ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് മാർക്സിസ്റ്റുകാരെ കൊന്നു, BJP മാർക്സിസ്റ്റുകാരെ കൊന്നു, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ BJPക്കാരെ കൊന്നു എന്നാണ്. നിങ്ങൾക്ക് ഈ കൊലപാതകം തടയാൻ അധികാരമുള്ളവരല്ലേ? നിങ്ങളത് ചെയ്യാതെ 4.5 കൊല്ലമായി വിവിധ ഇടങ്ങളിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിൽ ഇടപെടാതിരിക്കുന്നതിന്റെ നേട്ടം നിങ്ങൾക്കുണ്ടാകുമെന്ന തിരിച്ചറിവാണോ നിങ്ങൾ ഈ രീതിയിൽ ഉള്ള ഇടപെടലുകൾ മാത്രം നടത്തുന്നത് എന്ന ചോദ്യമുണ്ട്. ഞാൻ ആദ്യം ചോദിച്ചതാണ്, അതിന് കൃത്യമായി മറുപടി കണ്ടില്ല. എന്നോടാണ്
ഞങ്ങളിത് രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ വരുന്ന സംഭവങ്ങളെ പാർട്ടിക്ക് അനുകൂലമായോ ഭരണത്തിന് അനുകൂലമായോ കൊണ്ടുവരാനും തയ്യാറല്ല. സാധാരണ നമ്മുടെ രാജ്യത്ത് ഇന്ന് തൃശ്ശൂരിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, തൃശ്ശൂർ DCC ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് എന്താണ്? അവിടെ നടന്ന ഒരു കൊലപാതകത്തിൽ മന്ത്രി ബാലകൃഷ്ണനെ പ്രതിയാക്കാൻ നോക്കുന്നു എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. ഞാൻ എന്റെ സംസാരത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് അതിനെ കാണണം. ഒന്ന് യാദൃച്ഛികമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. തൃശ്ശൂരിലുണ്ടായിരുന്ന ഗ്രൂപ്പ് സംഘടനത്തിന്റെ പേരിലോ മറ്റേതോ കാര്യത്തിലോ ഒരു കോൺഗ്രസുകാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ അതിനെതിരെ ആഭ്യന്തര വകുപ്പ് കർശനമായ നടപടികൾ സ്വീകരിച്ചു, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അതാ ഞാൻ പറഞ്ഞത്, യാദൃച്ഛികമായ സംഭവങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കേണ്ട. അതന്നെ ഞാൻ ചോദിച്ചത്. പറവത്തൂർ മാത്യു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഇദ്ദേഹം ഈ കോൺഗ്രസുകാരന്റെ അക്രമത്തെക്കുറിച്ച്. സ്വന്തം പാർട്ടി പ്രസ്ഥാനത്തിലെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ട് അതിന്റെ കേസിലെ പ്രതികളാ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം. ഇദ്ദേഹത്തിന് എന്തു പറയാനുണ്ട്? മുഹമ്മദ് റിയാസിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ ഒരു കാര്യം കൂടി, അതായത് പോലീസുകാർ പോലീസുകാർക്കെതിരായി ഇവിടെ ഭീഷണി ഉണ്ടാകുന്നു, ഒന്നും ആഭ്യന്തര വകുപ്പ് നിലപാടുകൾ എടുക്കുന്നില്ല, നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം. ജനങ്ങൾക്ക് അറിയേണ്ടത് അതാണ്. ഇന്ന് KSUക്കാർ SI പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു, ഒരു കേസും എടുത്തിട്ടില്ല. ആ SI വീണ്ടും അവരെ വീട്ടിൽ കൊണ്ടുപോയി അതേ ജീപ്പിൽ ഇറക്കേണ്ടി വന്ന ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതൊക്കെ നിങ്ങൾ വിഷയങ്ങൾ ലഘൂകരിക്കാൻ പറയുന്നതാണ്. അത് സംഭവിച്ച ഞാനത് പറഞ്ഞല്ലോ. യാദൃച്ഛികമായി സമരമുഖത്തോ ഒറ്റപ്പെട്ട കാര്യങ്ങളിലോ അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. എത്ര ഒറ്റപ്പെട്ട സംഭവം. അതുപോലെയാണോ നിങ്ങൾ MM മണിയുടെ പ്രസംഗവും രാജേഷിന്റെ പ്രസംഗവും നിങ്ങൾ കാണുന്നത്? ആ രീതിയിലാണോ നിങ്ങളുടെ ശ്രീ മുഹമ്മദ് റിയാസ് സർക്കാർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഇടപെടുന്നു, എന്നിട്ടും നിങ്ങൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ മറച്ചു വെക്കുകയാണോ? ഒന്ന്, ചർച്ചയാകുമ്പോൾ പറയാൻ സമയം തരണം. അവർ രണ്ടുപേരും ചർച്ചയിൽ ഇഷ്ടം പോലെ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ഒരുപാട് കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി സഹിഷ്ണുതയോടുകൂടി ആ ചർച്ച കേൾക്കാൻ തയ്യാറായിട്ടില്ല, അതിൽ ഇടപെട്ടു. അത് ശരിയല്ല. ചർച്ച ചെയ്യാൻ സമയം തരണം. ഇനി ഞാൻ പറയാം. ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റുകയാണ്. യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റുന്നത് ഞങ്ങളാണോ? യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റുന്നത് RSS, BJPയും കോൺഗ്രസുമല്ലേ? എന്തിനാണ് രാജേഷ് പോലീസിനോട് ഇങ്ങനെ പ്രകോപിതമായി പ്രസംഗിക്കാനുള്ള ഒരു സാഹചര്യം എന്നുള്ളത്? രാജേഷിന്റെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു പോലീസല്ലേ കേരളത്തിലെ പോലീസ്. RSSകാർക്കെതിരെ എന്തെങ്കിലും കർക്കശമായ നിലപാട് കേരളത്തിലെ പോലീസ് എടുത്തിട്ടുണ്ടോ? പ്രവീൺ തൊഗാഡിയുടെ കേസ് പിൻവലിക്കുന്ന പോലീസിനെ എന്തിന് രാജേഷ് ചീത്ത വിളിക്കണം? SIയുടെ കാലിൽ ബോംബെറിഞ്ഞ് തകർത്ത RSSകാർക്കെതിരെയുള്ള കേസ് തേച്ചു മാച്ചു കളഞ്ഞ പോലീസിനെ മാലയിട്ട് സ്വീകരിക്കുകയല്ലേ രാജേഷ് ചെയ്യേണ്ടിയിരുന്നത്? 17 മാർക്സിസ്റ്റുകാരെ ഈ UDF ഭരണത്തിൽ ഒരു BJPക്കാരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ പോലും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് പോലീസിനെ സഹായത്തോടുകൂടി നടത്തിയ കൊലപാതകങ്ങളിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ തയ്യാറാകാത്ത പോലീസിനെതിരെ രാജേഷ് എങ്ങനെ പ്രസംഗിക്കും എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയെ മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു രാജേഷ് ചെയ്യേണ്ടത്. അവിടെയാണ് ഇവർ തമ്മിലുള്ള ഒത്തുകളി. അജണ്ടയെ വഴിമാറ്റാനും ജനങ്ങളുടെ ശ്രദ്ധ ഈ ഒത്തുകളിൽ നിന്നും മാറ്റിത്തിരിക്കുവാനുള്ള ബോധപൂർവമായ BJPയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയാണ് രാജേഷിന്റെ തരുന്നില്ലേ ആഭ്യന്തര വകുപ്പ് എന്നാണ് ചോദ്യം. റിയാസ്, ഈ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞായി എന്ന് പറയും പോലെയാ. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ജീവിക്കുന്നതാണ്. പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചതിന് പിണറായി വിജയന്റെ പേരിൽ 307 എടുത്തിട്ടുണ്ടല്ലോ, പിൻവലിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ കോൺഗ്രസുകാർ പിൻവലിച്ചു തന്നിട്ടില്ലേ? അപ്പൊ ഇതൊന്നും പറയട്ടെ, എത്ര കോൺഗ്രസുകാരുടെ കേസ് പിൻവലിച്ചിട്ടുണ്ട്, എത്ര മാർക്സിസ്റ്റുകാരുടെ കേസ് പിൻവലിച്ചിട്ടുണ്ടെന്ന് കണക്കെടുത്ത് നോക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ചെന്നിത്തലയുടെയും ഒരു കൊടിയേരിയുടെയും തണലിലൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഒരു പോലീസുകാരന്റെ ആനുകൂല്യങ്ങളും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ പ്രക്ഷോഭം നടത്തി ജനാധിപത്യ രീതിയിൽ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ശ്രീ പത്മകുമാർ. നിങ്ങൾ VV രാജേഷ് പറഞ്ഞ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നോ? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടതാണ്.
ആ അർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, മാർച്ച് 2 ആളുകളുടെ തല വെട്ടിപ്പിളർന്ന് അതിന് അവരുടെ തലച്ചോറ് ചിതറി, ഒരാൾ 3 മാസം കഴിഞ്ഞപ്പോൾ ശ്രീചിത്രയെ കിടന്ന് മരിച്ചു, ഒരാൾ ഇന്ന് സംസ്ഥാനത്തിന് വെളിയിൽ ചികിത്സയിലാണ്. അതിനെതിരായിട്ട് ഒരാളിന്റെ പേരിൽ കേസെടുക്കാതെ എന്തോ ഒരു ചെറിയ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ ഇന്ന് 5 BJP പ്രവർത്തകർ നോൺ വയലബിൾ നിങ്ങൾ ആ കേസ് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ സമരം ചെയ്യണം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ ശ്രീ വി രാജേഷ് പ്രസംഗിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്. ഈ കാര്യങ്ങളിൽ നിലപാടെടുക്കാത്ത, നടപടി എടുക്കാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി റിട്ടയർ ചെയ്താൽ അവിടെ ഇരിക്കാൻ ഒന്നും പറ്റില്ല, അദ്ദേഹം ഇരിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. പാവം ആ പോലീസുകാരനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതാണ്. ഈ പോലീസുകാരൻ ഹരിപ്പാടിരുന്നിട്ട് ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ, ഞങ്ങളെ ആക്രമിച്ചതിന്റെ പേരിൽ പരാതി കൊടുത്തതിന്റെ പേരിലാണ് കരിയിലക്കുളങ്ങരയിലേക്ക് മാറ്റിയത് ഉദയഭാനു. അദ്ദേഹം ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറൊരു ആൾട്ടർനേറ്റീവ് എന്താ? ഇതിൽ കൂടുതൽ ഞങ്ങൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇത്രയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഭരണകാലത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനമായി പറഞ്ഞു നടക്കാൻ ഒരിക്കലും പറ്റില്ല. ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നേരത്തെ റിയാസൊക്കെ പറയുമ്പോഴേ, അക്രമത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേ, ഞാൻ കണ്ണൂരിൽ ജനിച്ചു വളർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ BJPയുടെയും ഒക്കെ അക്രമത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ചോദിച്ചാൽ നമുക്ക് സമയം ഇപ്പൊ നടക്കില്ല. കാരണം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഞങ്ങളുടെ സ്ഥിതിയൊക്കെ ആലോചിക്കുക, കോൺഗ്രസ്സുകാരും അക്രമത്തിന് വരുന്നവരല്ല. യാദൃച്ഛികമായ സംഭവങ്ങൾ ഇതിനോട് കൂട്ടിക്കൊടുക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും സഹപ്രവർത്തകന്മാർ BJPയിലേക്ക് നേരിട്ട് പോകുന്നു. സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയം വെച്ച് BJP എന്ന് പറയുന്ന ഒരു പിന്തിരിപ്പ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അവർ വിലയിരുത്തിയിരുന്നത്. എങ്ങനെ നേരിട്ട് പോകുന്നത്? എന്റെ പോയിന്റ് ഞാൻ പറയാം. നേരിട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മാർക്സിസ്റ്റ് പാർട്ടി വിട്ടാൽ ആക്രമിക്കപ്പെടും, അതിന് സംരക്ഷണം നൽകാൻ അക്രമത്തിന്റെ ആയുധം BJPയുടെ കയ്യിലുണ്ട് എന്ന ധാരണയോ തെറ്റിദ്ധാരണയോ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അങ്ങനെ ആർക്കെങ്കിലും ജീവനിൽ പേടിയുണ്ടെങ്കിൽ അവർക്ക് രക്ഷ തരാം. നിങ്ങൾ ഒന്നിലും ചേരണ്ട, നിങ്ങൾ നിഷ്പക്ഷരായി നിൽക്കൂ, ഈ രാജ്യത്ത് ജീവനോടുകൂടി നിങ്ങൾ ഉണ്ടാകുമെന്ന് പറയാനും അത് പ്രവർത്തിച്ച് കാണിക്കാനും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് പറ്റുന്നില്ല എന്നുള്ളതാണ് തെളിയുന്നത്. ഞാൻ നിങ്ങളേക്ക് തിരിച്ചു വരാം. സമയത്തിന്റെ പരിമിതിയുണ്ട്. മുഹമ്മദ് റിയാസ് 10 സെക്കൻഡിൽ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കുക? ആസാമിൽ കോൺഗ്രസ് MLAയുടെ നേതൃത്വത്തിൽ 10 പേര് BJP പോയത് മറന്നുപോയോ? സുധീഷ് മിന്നിയും വാസുമാഷും BJPയിലേക്ക് പോയതല്ല, BJPയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്താണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ അത് പറയാൻ മടിക്കുന്നത്? കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് BJPക്ക് ആളെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ സുധീഷ് മിന്നിയും വാസുമാഷും പോലെ ആയിരക്കണക്കിന് പേർ തിരിച്ച് BJPയിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് പറയുന്നില്ല, പറയാൻ പറഞ്ഞെടുത്ത് തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെ അക്രമവും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ കേരളത്തിലാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലാണ്. ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണെന്നാണോ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്? നമുക്ക് ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇടപെടുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ മുഹമ്മദ് റിയാസ്. ന്യൂസിൽ രണ്ടാമത്തെ ചർച്ചയിലേക്ക്. കൊച്ചി ഇടപ്പള്ളിയിൽ 40 വയസ്സുകാരിയെ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിനിയെയാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശിനിയായ മധ്യവയസ്കയെ ചാക്കിൽ കെട്ടിയ രീതിയിൽ കൊച്ചിയിൽ കണ്ടെത്തിയത് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മുടെ ഇടയിലേക്ക് ഉയർത്തുന്നത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മൃദുല നായർ, ഒപ്പം എഴുത്തുകാരി ശ്രീമതി A സജിനി, ഒപ്പം സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആയ പ്രൊഫസർ ജേക്കബ് ജോൺ കട്ടക്കയം എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീമതി മൃദുല നായറിലേക്ക്. ഡോക്ടർ മൃദുല നായർ, എന്താണ് ഈ ഒരു വാർത്ത? ഒരുപക്ഷെ വൃദ്ധയെ ചാക്കിൽ കെട്ടി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് ആദ്യം നമുക്ക് കിട്ടിയ വാർത്ത. എല്ലാ മാധ്യമങ്ങളും ആ രീതിയിലാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ തന്നെ കേരളത്തിന്റെ മനസ്സിൽ, ഇത് കണ്ടുകൊണ്ടിരുന്നവരുടെ മനസ്സിൽ ഒരു വല്ലാത്ത വികാരമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ചർച്ച ഇന്ന് എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് 40 വയസ്സുള്ള ഒരു മധ്യവയസ്കയാണ്, തമിഴ്നാട്ടുകാരിയാണ്. അവർ മറ്റ് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ആണ്, അത് പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇത്തരം വാർത്തകൾ, അതിനു മുമ്പ് കേൾക്കുന്ന വാർത്തകൾ അറിയാമല്ലോ. കൊച്ചുകുട്ടിയെ വാഷിംഗ് മെഷീനകത്തിടുന്ന അമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ശരിയെന്നറിയില്ല. ഈ വാർത്തകൾ കേട്ടിട്ട് പോലീസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇതിൽ വലിയ ഗൗരവമായിട്ടൊന്നുമില്ല എന്നാണ്. നമുക്ക് ഞെട്ടാൻ പറ്റാത്തത് എന്തുകൊണ്ട് മൃദുല നായർ? തീർച്ചയായിട്ടും ഈ അടുത്ത
കാലങ്ങളിലായിട്ട് സമൂഹ മനസാക്ഷി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടലങ്ങ് മാറിയിരിക്കുകയാണ്. പണ്ടെല്ലാം ഇങ്ങനെ ഒരെണ്ണം കേട്ട് കഴിഞ്ഞാൽ സമൂഹ മനസാക്ഷി ഞെട്ടി എന്ന് ആലങ്കാരികമായി പറയുക മാത്രമല്ല, ശരിക്ക് അത് ഓരോ വീടുകളിലും കുട്ടികളുടെ ഇടയിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അതൊരു വലിയ ചർച്ചയായിട്ട് തന്നെ എടുക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇതിങ്ങനെ നിരന്തരം ഇന്ന് കാലത്തൊരെണ്ണം കേട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അടുത്തൊരെണ്ണം കേൾക്കുന്നു. അപ്പോ ഈ ആളുകളുടെ മനസ്സ് മരവിക്കുകയല്ല, കാരണം ഇതിലെന്താണ് ഇത്ര സോ കോമൺ എന്നുള്ള രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പിന്നില് ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പണ്ട് ഇങ്ങനെ ഉള്ളത് ഉണ്ടായിട്ടില്ലേ, എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുന്നത്? അപ്പം ഇപ്പോഴത്തെ എല്ലാവരും പറയും ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ പറയും. പക്ഷെ അത് മാത്രമല്ല കാര്യങ്ങൾ. പുതിയ തലമുറ ഇപ്പൊ ഈ പറഞ്ഞ 40 വയസ്സുകാരി എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമാണ് തോന്നിയത്. ആദ്യം കേട്ടത് വൃദ്ധാന്ന് കേട്ടു. ശരിയാണ്, അവർക്ക് ഹെൽപ്ലെസ് ആണ്, സാമ്പത്തികമായിട്ടും ചിലപ്പോൾ ശാരീരികപരമായിട്ടും ഒക്കെ വളരെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും. പക്ഷെ 40 വയസ്സെന്ന് പറയുമ്പോൾ അതൊരു മധ്യവയസ്ക പോലുമല്ല. ഇന്നത്തെ നമ്മുടെ ഈ ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരി തന്നെയായ ഈ സ്ത്രീ, ഇവർക്ക് എന്തുകൊണ്ട് ഇവരിങ്ങനെ പെട്ടു എന്നുകൂടെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതിലേക്ക് വരാം. ശ്രീമതി സജിനി, ഒരു പുതിയ എഴുത്തുകാരി എന്ന് വേണമെങ്കിൽ പറയാം. കുറെ കാലമായിട്ട് എഴുത്തിന്റെ മേഖലയിൽ ഉണ്ടെങ്കിലും പതിവായി നമ്മൾ എഴുത്തുകാരെ വിളിക്കുന്ന പാനലിൽ കാണാത്ത ഒരു മുഖമാണ് ശ്രീമതി സജിനിയുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് വിളിച്ചതും. ഇപ്പോ ഡോക്ടർ മൃദുല പറഞ്ഞതുപോലെ ഇതിപ്പോ പഴയ കാലഘട്ടത്തിലേത് ഒക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പൊ അതുപോലെയാണോ സംഭവിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ സാഹിത്യകാരികളായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഇടയിലെങ്കിലും ഇതൊരു ചർച്ചയായിട്ടുണ്ടോ? നിങ്ങളുടെ കഥകളിലൂടെ ഇത് ചർച്ചയാകുന്നുണ്ടോ, വിഷയങ്ങളാകുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? പണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിക്കുന്ന വിഭാഗം നിങ്ങളായിരുന്നു, കഥകളിലൂടെ എങ്കിലും. ഇപ്പൊ നിങ്ങൾ എന്താണ്, ഇതൊന്നും കാണാത്ത വേറെ ഒരു യാന്ത്രികമായ കഥാ ലോകത്തേക്കാണോ പോകുന്നത്? അതോ ഇതൊക്കെ എന്ത് വികാരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും എഴുത്തുകാരാണ് ഏറ്റവും ആദ്യം തന്നെ ഇതിനോട് പ്രതികരിക്കേണ്ടത്. അത്രയും ശക്തമായ ഭാഷയിൽ എഴുത്തുകാർ കടന്നു വരുന്നതുകൊണ്ടാണ് ഇന്ന് എഴുത്തുകാർക്കെതിരെയുള്ള, നമുക്കറിയാം, പ്രത്യേകിച്ച് പറയണ്ട, ഫാസിസ്റ്റ് നില തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾക്ക് അത് തെളിയിക്കുന്നുണ്ട്. എഴുത്തുകാരൻ എന്ന് പറയുന്നത് സമകാലികമായ അവസ്ഥയിൽ നിന്നുകൊണ്ട്, അതിലൂന്നി നിന്നുകൊണ്ട്, വർത്തമാനകാലത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നയാളാണ്, സർഗപരമായ സൃഷ്ടികൾ നടത്തുന്നയാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആർക്കും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടൽ വരുന്നില്ല, എന്നും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ എഴുത്തുകാർക്ക് അവർക്കും ഞെട്ടൽ വരുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട്? ഞെട്ടൽ എന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞൊരു പ്രശ്നം തന്നെയുണ്ട്. ഇപ്പൊ ഇത്തരം കാര്യങ്ങള്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ഇപ്പൊ ഇതിന്റെ നിജസ്ഥിതി നമ്മൾ ഇതുവരെ രാവിലെ കേട്ടത് വൃദ്ധയായ സ്ത്രീ എന്നാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് 40 വയസ്സുള്ള സ്ത്രീ. ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും സ്ത്രീക്കെതിരെയുള്ള ഒരു അതിക്രമമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ഹൃദയഭേദകമായ ഒരു വാർത്ത തന്നെയാണ്. ഇത്തരം വാർത്തകളുടെ ഒരു നൈരന്തര്യമുണ്ട്. നമ്മൾ സ്ഥിരം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള, പത്രം തുറന്നാൽ ഇതേ ഉള്ളൂ, TV ചാനൽ തുറന്നാൽ ഇത്തരം ചർച്ചകളേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ നിരന്തരം, ആ നൈരന്തര്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ ശ്രീമതി സജിനി, അതായത് ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ വൃദ്ധ എന്നുള്ള നിലയ്ക്കാണ് ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുത്തത്. ഒരു വൃദ്ധയ്ക്ക്, അതും കേരളീയയാണോ എന്ന് നമ്മൾ ആദ്യം സംശയിച്ചു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുതരം മക്കളാണ്, അത് എന്തുതരം കുടുംബമാണ് എന്ന ചിന്തയാണ് നമ്മൾ അത്തരം ഒരു വാർത്തയിലേക്ക് പോയത്. പക്ഷെ ഭാഗ്യവശാൽ ഇതങ്ങനെയല്ല. എന്നാൽ അത് ഭാഗ്യവും അല്ല, മറ്റേ ഒരു നിർഭാഗ്യവതിക്കും നിർഭാഗ്യവാനുമാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇത്തരം വൃദ്ധരായിട്ടുള്ള വയോജനങ്ങളായ ആളുകളോട് എല്ലാം മാന്യമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത് എന്ന ചിന്തയാണോ ആദ്യം വാർത്ത കേട്ടപ്പോൾ ഉണ്ടായത്? അല്ലല്ല, ഒരിക്കലുമല്ല. വൃദ്ധരെ സംബന്ധിച്ച് ഇതിപ്പോ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു സംഭവമല്ല. പട്ടിക്കൂട്ടിൽ അടച്ച സംഭവമുണ്ട്, പിന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ കൊണ്ട് അമ്മയെ തള്ളിയ കേസുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം വൃദ്ധ എന്നുള്ളതല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ച് 40 വയസ്സെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അത് അത്ര വലിയൊരു പ്രായമൊന്നുമല്ല. അതിന്റെ പിന്നിലുള്ള സാമൂഹിക പശ്ചാത്തലം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണമാണ് വേണ്ടത്. ഡോക്ടർ മൃദുല നായർ, അത് നേരത്തെ ഡോക്ടറും അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനൊരു കാരണം ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മനസ്സിന്റെ ഒരു ചലനമാണ്, ആ യാത്രയാണ്. എന്ത് തരം മനസ്സുള്ളവരാണ് ഇങ്ങനെ
വൃദ്ധരോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ, സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ, അത് മധ്യവയസ്കയാണെങ്കിലും അമ്മയോടാണെങ്കിലും ഇങ്ങനെ പെരുമാറുന്നവരുടെ മനസ്സെന്താണ്? മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് പറയും മനസ്സിന്റെ താളം തെറ്റിയവര്. അത് ഭ്രാന്തെന്നുള്ള അവസ്ഥയല്ല, സാഡിസം ആകാം. അതുമെല്ലാം മനസ്സിന്റെ താളം തെറ്റുമ്പോഴാണ് ഈ സാഡിസം ഒക്കെ വളരെ കൂടുതലായിട്ട് പ്രകടമായി കാണുന്നത്. ഇതിപ്പോ കുട്ടികളോടാണെങ്കിലും വൃദ്ധനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ആരോടും ഇങ്ങനെയുള്ള ക്രൂരപ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ മനോനില നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഈ 40 വയസ്സുകാരി അവരെ ചാക്കിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്ക് ബോധമുണ്ടായിരുന്നോ? അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു സ്ത്രീയെ, അത് 40 വയസ്സെന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യവതി ആയിരിക്കണം, ആ സ്ത്രീയെ എങ്ങനെ ചാക്കില് ഒടിച്ചു മടക്കി വച്ചു എന്നുള്ളതും ഒരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിറകിലൊക്കെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് വൃദ്ധ അല്ലാത്തതുകൊണ്ടും കേരളീയയായ ഒരു സ്ത്രീ അല്ലാത്തതുകൊണ്ടും നമ്മൾ ആത്മവിമർശനപരമായി തന്നെ പറയുകയാണ്. ഈ വാർത്ത ഇനി ചെന്ന് പതിക്കാൻ പോകുന്നത് കുറ്റകൃത്യ വാർത്തകളുടെ കൂട്ടത്തിൽ മാത്രമായി ഒന്നായി ഇത് എണ്ണപ്പെടാൻ പോവുകയാണ്. അത് വൃദ്ധ ആയിരുന്നുവെങ്കിൽ, കേരളീയ സ്ത്രീ ആയിരുന്നുവെങ്കിൽ ചർച്ച വേറെ വഴിക്കും പോയേനെ. ആ നിലയ്ക്ക് ഡോക്ടർ മൃദുല നായർ എങ്ങനെയാണ് കാണുന്നത് ഇതിന്റെ ഒരു മൊത്തം അവസ്ഥയെ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ പറയരുത്. കേരളീയ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ മാത്രം കേരളത്തിലുള്ള ഞങ്ങളുടെ എല്ലാം കണ്ണു നിറയും അങ്ങനെ സ്ത്രീകളെ മൊത്തത്തിൽ ഒന്നായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. അത് ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ശരിക്കും നമ്മള് കുട്ടിക്കാലത്ത് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പൊ ഈ സ്ത്രീ, എനിക്ക് വിഷമം തോന്നുന്നത്, ഞാനിപ്പോ റിട്ടയർ ചെയ്ത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, 40 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പോലീസ് പറഞ്ഞത് ഇത് വലിയ ഗൗരവമുള്ളതല്ല, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലമായതുകൊണ്ടാണ്. നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉള്ള ഒരാളായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല ഇത് ഇടപെടുന്നത്. അവിടെ ജനപ്രതിനിധികൾ ഇടപെടും, മറ്റ് രാഷ്ട്രീയക്കാരും NGO-കളും വരും, മാധ്യമങ്ങൾ കുറച്ചുകൂടി ഇടപെട്ടേക്കാം. അവിടെ ഡോക്ടർ മൃദുലയുടെ മനസ്സ് എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെ എന്നുള്ള രീതിയിലല്ല ആളുകൾ ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. 40 വയസ്സെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആ സ്ത്രീയെ പറ്റി അവരുടെ അവിഹിത മാർഗം എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ചിന്തിക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് ഇത് അത്രയേ ഉള്ളൂ. കാരണം ഇപ്പൊ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായ പല മക്കളെ കൊല്ലുന്നു, അല്ലെങ്കിൽ 2ഉം 3ഉം കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നോണ്ടായിരിക്കാം ഈ 40 വയസ്സുകാരിയെ ഇങ്ങനെ കാണപ്പെട്ടപ്പോൾ അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലോട്ട് മാറിയത്. അപ്പോ ഒരുപക്ഷെ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അങ്ങനെ ആയിട്ടുണ്ട്. അതിന് സ്ത്രീ എത്രത്തോളം ഉത്തരവാദി വരാം. ശ്രീമതി സജിനി, ഇപ്പൊ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഒരുപക്ഷെ സ്ത്രീ കുറ്റവാളിയാണെങ്കിൽ, സ്ത്രീ ഒരുപക്ഷെ മദ്യപിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഹിതമല്ലാത്ത മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവളാണെങ്കിൽ എന്നൊക്കെ ഉള്ളത് കൊണ്ടാകാം അതിനത്ര ഗൗരവമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത് എങ്കിൽ, അതിനെ ഒരു എഴുത്തുകാരിക്ക് അങ്ങനെ സഞ്ചരിക്കുന്ന സ്ത്രീയെ കുറച്ചു കാണാൻ പറ്റുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരം സംഭവങ്ങൾ വെറും വാർത്തയായി മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പൊ സ്ത്രീ പീഡനങ്ങളൊക്കെ വരുമ്പോ വെറും ഒരു സ്ഥലപ്പേര്, അത് കുറച്ചാൾ ഇങ്ങനെ കേൾക്കും നമ്മൾ, പിന്നെ അതെവിടെ പോയി എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പം സ്ത്രീയെ സംബന്ധിച്ച് എന്ത് പ്രശ്നം വന്നാലും സ്ത്രീയുടെ ഇപ്പൊ ഈ വാർത്ത തന്നെ അതിൽ പിന്നിലേക്ക് ഒതുക്കുന്നതിന് കാരണം ഒരുപക്ഷെ അവര് സ്ത്രീ ആയതുകൊണ്ടാകാം. മദ്യപാനിയാണെങ്കിൽ അത് എന്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതെ. ഇപ്പോ നമ്മളോടൊപ്പം പ്രൊഫസർ ജോൺ ജേക്കബ് കട്ടക്കയം കൂടി ചേർന്നിട്ടുണ്ട്. പ്രൊഫസർ ജോൺ ജേക്കബ് കട്ടക്കയം, നമ്മുടെ ഈ വാർത്ത ഉച്ചയ്ക്ക് നമ്മൾ തെരഞ്ഞെടുത്ത സമയത്ത് നമുക്ക് വന്നിരുന്ന ഒരു ഇൻഫർമേഷൻ വൃദ്ധയായ ഒരു സ്ത്രീയെ ചാക്കിൽ കെട്ടി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ്. വയോജനങ്ങളെ കുറിച്ചുള്ള ഒരു ഗവേഷണങ്ങൾ നടത്തുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഞാൻ താങ്കളെ ബന്ധപ്പെട്ടത്. നമുക്ക് ആ ചർച്ച എന്തായാലും ഈ ഘട്ടത്തിൽ കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല. കാരണം ഇത്തരം വാർത്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർത്തുന്ന ആദ്യ ചോദ്യം എന്താണ് എന്നുള്ളത് തന്നെയാണ് പ്രസക്തം. എന്തുകൊണ്ട് ഇത്തരത്തിൽ വൃദ്ധജനങ്ങൾക്കെതിരെ, ഇതൊരു വൃദ്ധയല്ല ചാക്കിൽ കെട്ടിയതെങ്കിലും, ചാക്കിൽ കെട്ടാതെയെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരുടെ എണ്ണം കേരളത്തിൽ എത്രത്തോളമാണ്? അതിന്റെ ഒരു കണക്ക് ആ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസവും കൂടുന്നതല്ലാതെ കുറഞ്ഞു വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു പുതിയൊരു സംഭവമല്ല. പലരെയും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി നടതള്ളുക, അവരെ ഉപേക്ഷിക്കുക, അവരെ നോക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ കുടുംബങ്ങളിൽ കഴിയുന്നവരാണെങ്കിൽ പോലും പലതരത്തിലുള്ള
യാതനകൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള അവഗണനയും പീഡനവും എല്ലാം മാനസിക പീഡനവും ഒക്കെ സഹിച്ചുകൊണ്ടാണ് പലരും പ്രായമായ പലരും ഇന്ന് കഴിയുന്നത്. നമ്മൾ വിചാരിക്കും കുടുംബങ്ങളിൽ അവരെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന്. കുടുംബങ്ങളിലും അതുപോലെ തന്നെ മറ്റേ വയോജന ഭവനങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വയോജനങ്ങളെ എവിടെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പൊ ഒരു എൽഡർ അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത്. പ്രായമായവരോടുള്ള അവഗണന. ഐക്യരാഷ്ട്രസഭ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആഹ്വാനങ്ങളും നടത്തിയിട്ടുണ്ട്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവർക്കുള്ള അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരിടത്തും പ്രൊട്ടക്ട് ചെയ്യാറില്ല. അവരെ എല്ലാ തരത്തിലും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി മാത്രമേ സമൂഹത്തിൽ കാണാനുള്ളൂ. ശ്രീ ജോൺ ജേക്കബ് കട്ടക്കയം, അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഇടപെട്ടിട്ടും നമ്മുടെ നാട്ടിൽ ഒരു ഫാഷന് വേണ്ടി ഇത്തരത്തിലുള്ള നിയമങ്ങൾ പറഞ്ഞ് സെമിനാറുകളിൽ ചർച്ച ചെയ്യുന്നതല്ലാതെ ഇത് വയോജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അല്ല, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് യാതൊരു കുറവും ഇല്ല. പല രീതിയിലുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഈവൻ വസ്തുക്കൾ, പ്രായമായവരുടെ പേരുള്ള വസ്തുക്കൾ മക്കൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വരെയുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ പോലീസ് മുഖാന്തരം വയോമിത്രം പോലീസിന്റെ പോലീസ് സേന തന്നെയുണ്ട്. ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളുടെ പ്രായമായവരുടെ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പല രീതിയിലുള്ള നിയമങ്ങളും ഉണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഇത് സംഭവിക്കാറില്ല എന്നുള്ള, അവർക്ക് നീതി കിട്ടാറില്ല. അവരെ അവഗണിക്കപ്പെടുകയാണ്. ഇപ്പൊ ആതുര സേവന സംഘത്തിൽ ചെന്നാലും പോലീസിന്റെ അടുത്ത് ചെന്നാലും അവരുടെ നിയമപരമായ പ്രശ്നങ്ങളായാലും അതുപോലെയൊക്കെ എല്ലാ കാര്യങ്ങളിലും അവരെ അവഗണിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് ആർക്കും മറ്റേ മക്കളെയും അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്കും അതുപോലെ സമയമില്ലാത്തതുകൊണ്ട് മാതാപിതാക്കളെ നോക്കാൻ പറ്റാത്ത നിരവധി ആളുകളുണ്ട്. പക്ഷെ പലയിടത്തും ഉപേക്ഷിക്കുന്ന രീതിയിലാണ്, അവരെ എവിടെയെങ്കിലും കൊണ്ട് അവഗണിക്കുന്ന രീതിയിലാണ്. എന്തായാലും ശ്രീ കട്ടക്കയം, ഞാൻ തിരിച്ചെത്താം. കാരണം താങ്കൾ പറഞ്ഞ സമയമില്ലാത്ത മക്കളെ കുറിച്ചുള്ള വാചകം കേട്ട് ഇവിടെ രണ്ട് സ്ത്രീ രത്നങ്ങൾ മുഖത്തോട് മുഖം നോക്കുന്നുണ്ടായിരുന്നു. മറുപടി അവരുടെ മനസ്സിലുണ്ട്. ഡോക്ടർ മൃദുല നായർ, ഇപ്പോൾ ഡോക്ടർ കട്ടക്കയം പറഞ്ഞ ഒരു കാര്യം അപ്പോഴാണല്ലോ നിങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയത്. കേരളത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. സമയമില്ലാത്ത മക്കൾ വയോജനങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞത് ശരിയല്ലേ? അത് മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പല കാര്യങ്ങളും. തീർച്ചയായിട്ടും അത് വയോജനങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കുട്ടികളോട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. നമുക്കൊരു വ്യക്തിയെ, നമ്മുടെ വയസ്സായ അമ്മയോ അച്ഛനെയോ നോക്കണമെങ്കിൽ അതിന് സമയം വേണമെന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന കേട്ടാൽ തോന്നും ഉദ്യോഗസ്ഥകളായ മക്കളാണ് മിക്കവാറും ഈ അമ്മയെ ചാക്കി കെട്ടിക്കൊണ്ട് കളയുന്നത്. എനിക്കറിയാവുന്ന പല വീടുകളിലും വളരെ വെൽ ഓഫ് ആയ അമ്മമാര് അവരുടെ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ട്, കാരണം കല്യാണമൊക്കെ വന്നപ്പോൾ മക്കൾക്ക് ഈ വീട് എഴുതി കൊടുത്തുപോയി. പണ്ടൊന്നും അങ്ങനെ വീട് എഴുതി കൊടുക്കുന്ന ഒരു ശീലം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ അമ്മമാരെ ഒന്നും റോഡിലോ ഒരു സ്ഥലത്തും കളയാൻ ആർക്കും ധൈര്യമില്ല. ഇപ്പോൾ എല്ലാം എഴുതി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ അമ്മ താമസിക്കുന്ന വീട്ടിൽ അങ്ങോട്ട് വലിഞ്ഞു കയറി നമ്മൾ താമസിച്ചിട്ട് ഈ അമ്മയോട് മന്ത്ലി ചെലവിന് ചോദിക്കുന്ന 2-3 ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. സമൂഹത്തിലെ ഉന്നത നിലയിലൊക്കെ ഉള്ള വ്യക്തികളാണ്. സാമ്പത്തികം കുറഞ്ഞവര് ചോദിച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾ ഇത് ചോദിച്ചുകൊണ്ട് ഇനി വേണമെങ്കിൽ അടുത്ത ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഇഷ്ടം പോലെ ചാക്കിൽ കെട്ടി അവിടെ ഇവിടെ കാണുമായിരിക്കും. പിന്നെ എനിക്ക് ഇത് തോന്നുന്നത് ഇവര് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങ് വരെ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് തമാശ രീതിയിലും കൂടെ നമുക്ക് സങ്കടമാണ്, നമ്മളത് പറഞ്ഞുകൂടാ. കേരളത്തിലെ മാലിന്യം തള്ളുന്ന തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അയാളെ ശരിയാക്കുമായിരിക്കും. പക്ഷെ കേരളത്തില് ഈ വലിയ വലിയ മാലിന്യ ചാക്കുകൾ കൊണ്ടിടുന്നതിന്റെ കൂട്ടത്തിൽ അയാളെ എന്തുകൊണ്ട് അത് പ്രേരിപ്പിച്ചു എന്നുള്ളത്. സജിനി, അതായത് വയോജനം അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്ന മലിന വസ്തുവിനെ കൊണ്ട് കളയാൻ പറ്റിയ സ്ഥലം തമിഴ്നാടല്ല, കേരളമാണ് ഇന്ന് എന്നുള്ളതാണ് ഡോക്ടർ മൃദുല നായർ പറയുന്നത്. അങ്ങനെയല്ല, അമ്മ എന്നുള്ള അല്ല, അത് ഒരു കോൺട്രവേഴ്സി ഇതാണ്. അമ്മയെ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് എന്ത് വസ്തുവാണെങ്കിലും ചാക്കിൽ കെട്ടിക്കൊണ്ട് കളഞ്ഞിരിക്കുന്നു, അതൊരു മലിന വസ്തുവിനെ പോലെയാണ് ആ കളയപ്പെട്ടത്. അത് കേരളത്തിൽ തന്നെ ആണ് പറ്റിയ സ്ഥലം. തമിഴ്നാട്ടിലാണെങ്കിൽ അടി കിട്ടുമായിരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മനസ്സിന് സംഭവിച്ച പ്രശ്നമാണ് പറയുന്നത്.
വേണ്ടാത്ത വസ്തുക്കളെയാണ് നമ്മൾ വെളിയിൽ തള്ളുന്നത്. പൂച്ചക്കുഞ്ഞിനെ നമുക്ക് വേണ്ടെങ്കിൽ ചാക്കിൽ കെട്ടി വെളി കളയുന്ന പോലെയാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ അവർക്ക് അങ്ങനെ തോന്നിക്കാണും ഇതിന് പറ്റിയൊരു അവസ്ഥയാണുള്ളതെന്ന്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് മക്കൾക്ക് സമയം, അതെല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസാണ്. എന്ത് കാര്യം ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അതായത് അവനവനിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരവസ്ഥയുണ്ട് സമൂഹം എന്നുള്ളത്. ഒരു വ്യക്തിയിലേക്ക് തന്നെ അവനവന്റെ സുഖം, അവനവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുക, ആ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൊണ്ടാണ് അത്തരം ഒരു മറുപടിയിൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഒതുക്കുന്നത്. എന്തായാലും നമുക്ക് സമയപരിമിതി കൊണ്ടാണ് ചർച്ച ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്. ഇതിന് മറുപടി ഡോക്ടർ കട്ടക്കയത്തിനും ചിലപ്പോൾ പറയാനുണ്ടാകും. നമുക്ക് ഈ ചർച്ച മറ്റൊരു ഘട്ടത്തിലേക്ക് വീണ്ടും നടത്തേണ്ടി വരാതിരിക്കട്ടെ, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ നടത്തേണ്ടി വന്നാൽ ചിലപ്പോൾ നമുക്ക് ആ ചർച്ച എടുക്കേണ്ടി വരും. എന്തായാലും കേരളീയയായ ഒരു വനിത അല്ല എന്നുള്ളത് മാത്രം തൽക്കാലം നമുക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കേരളത്തിലാണ് ഇത്തരം മലിന വസ്തുക്കൾ എന്ന് പറയുന്നത് വിത്തിൻ കോട്ട് ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് കളയുന്നത്. അത് വൃദ്ധയാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ആ അർത്ഥത്തിലേക്ക് ആണ് ചർച്ച പോയത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി സജിനി, ഡോക്ടർ മൃദുല നായർ, പ്രൊഫസർ ജോൺ ജേക്കബ് കട്ടക്കയം.